ആദ്യമായിട്ട് തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് നീതു ജോബി. ഞാൻ വൈക്കം തലയോലപ്പറമ്പിൽ നിന്ന് വരുന്നു. 2022 നവംബർ 30 ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ വരുന്നത്. ഞാൻ ഇടയായ സാഹചര്യം, ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അവിടെ നിന്ന് ഞാൻ നാട്ടിലോട്ട് പോരാനായിട്ട് തീരുമാനിച്ചു, ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നു. ജർമ്മൻ പഠനം തുടങ്ങി. പഠിക്കാൻ തുടങ്ങിയ കാലത്തൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പഠനത്തിൻ്റെ ലാസ്റ്റ് ഭാഗമൊക്കെ ആയപ്പം എന്നെക്കൊണ്ട് പറ്റാണ്ടായി. കാരണം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, എന്നെക്കൊണ്ട് സാധിക്കില്ല അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലോട്ട് വന്നു. അങ്ങനെ ഞാൻ ചിന്തിച്ചു, ജർമ്മനി തന്നെ നോക്കുന്നത് എന്തിനാ, വേറെ എത്ര കൺട്രി ഉണ്ട്, അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഞാൻ പിന്നെ യു കെക്ക് വെച്ചു, പൈസയൊക്കെ അടച്ചു. ഞാൻ കാത്തിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ഡിപ്രഷനിലായി. എന്ത് ചെയ്യുന്നൊരവസ്ഥയിൽ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. കാരണം ഉണ്ടായിരുന്ന ജോലി കളഞ്ഞ് വെറുതെ നാട്ടിൽ വന്നിരിക്കുക, അങ്ങനെ ഒരു അവസ്ഥയായി. അങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോൾ കൃപാസനത്തിലൊന്ന് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, കൃപാസനത്തിൽ, അപ്പോൾ എനിക്ക് കൂടുതൽ കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് മൊബൈലിലൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാർ ഇങ്ങനെ കൃപാസനത്തിൽ സാക്ഷ്യം പറയുന്നതൊക്കെ കണ്ടു. അങ്ങനെ ഞാൻ വിചാരിച്ചു, എന്തായാലും കൃപാസനത്തിലൊന്ന് പോയി കളയാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മാത്രമല്ല കേട്ടോ വന്നത്. അപ്പം എൻ്റെ മാതാവ് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ എനിക്ക് 2 പേരെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. എൻ്റെ കസിൻസാണ്. അവർ രണ്ടും ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അവർ രണ്ടും വെളിയിൽ പോയി സാക്ഷ്യവും പറഞ്ഞു. അപ്പം മാതാവ് അതിന് വേണ്ടിയിട്ടും കൂടെ എന്നെ നിയോഗിച്ചതിന് ഞാൻ 1000 നന്ദി പറയുന്നു. അങ്ങനെ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. എല്ലാവരും ചെയ്യുന്നത് പോലെ ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം ചെയ്തു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ നിർത്തിയ ജർമ്മൻ പഠനം വീണ്ടും തുടർന്നു. ഞാൻ 2023 ജൂലൈ 7 എക്സാം എഴുതി. ഫസ്റ്റ് എക്സാം ഫുൾ മൊഡ്യൂളാണ് എഴുതുന്നത്. ഫുൾ മൊഡ്യൂൾ എഴുതി റിസൾട്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. റിസൾട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് തന്നെ ഇരുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു, എന്താകുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പാടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പം 1 കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ അപ്പം 1 കിട്ടിയല്ലോ എന്നൊരു സന്തോഷം. പിന്നെ രണ്ടാമത് 3 മൊഡ്യൂൾ എഴുതി. അപ്പോഴും എനിക്ക് 2 കിട്ടി. 2 കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ആയി, ഇതെന്നെക്കൊണ്ട് സാധിക്കും. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലോട്ട് വന്നു. അങ്ങനെ വന്നു. 3ാമത്തെ പ്രാവശ്യം ഞാൻ എക്സാം എഴുതാൻ പോയി. അവിടെ ചെന്ന് എക്സാം എഴുതി. 3ാമത്തെ പ്രാവശ്യം ഞാൻ തോറ്റു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ്, എൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. മാതാവ് തന്നൊരു അനുഗ്രഹമാണിതെന്ന് ഞാൻ ആ ഒരു നിമിഷം ഓർത്തില്ല. കാരണം എനിക്ക് ഒരിക്കലും അത് എഴുതിയെടുക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിഞ്ഞിട്ട് പോലും 2 കിട്ടിയതിൻ്റെ ആ ഒരു ഓവർ കോൺഫിഡൻസിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി കരഞ്ഞ് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 4ാമത്തെ വട്ടം എക്സാം എഴുതാനായിട്ട് ഞാൻ ഡേറ്റ് എടുത്തപ്പോഴല്ലേ എനിക്ക് പേടിയാണ് എക്സാം എഴുതാൻ പോകാനായിട്ട്. പക്ഷേ ഈ 3 വട്ടം എഴുതിയപ്പോഴും എനിക്ക് ഇത്രയും പേടി ഉണ്ടായിരുന്നില്ല. പക്ഷേ 4ാമത്തെ വട്ടം എഴുതാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ചെന്നു, എനിക്കറിയില്ല. എക്സാം ഹാളിൽ കയറിയിട്ട് എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും എഴുതാൻ അറിയില്ല. ഞാൻ ആ എക്സാം ഹാളിൽ നിന്ന് എന്താ എഴുതിയെന്ന് പോലും എനിക്കറിയില്ല ഇന്നേ വരെ. ഞാൻ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിൽ വന്നപ്പോഴെല്ലാം എനിക്ക് പേടിയാണ്. ഞാൻ തോറ്റു പോകുന്നു തന്നെ ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിച്ചു, ഞാൻ തോറ്റു പോകും. കാരണം ഞാനൊന്നും എഴുതിയിട്ടില്ല, എൻ്റെ പേപ്പറിൽ ഒന്നുമില്ല. നോക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും എന്നെ ജയിപ്പിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വാസമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ, ഞാൻ എൻ്റെ ഉള്ള ജോലി കളഞ്ഞ് നാട്ടിൽ വന്നതാണ്, നീ എന്നെ കൈവിടരുത്. എല്ലാവരും ചോദ്യം തുടങ്ങി. കാരണം ഞാൻ 3 വർഷമായി വീട്ടിൽ വന്ന് നിൽക്കുന്നു. അപ്പം ഞാൻ കഴിഞ്ഞിട്ട് കൊടുത്ത എല്ലാ ആൾക്കാരും പുറത്തു പോയി. എനിക്ക് മുമ്പ് വന്നതും കഴിഞ്ഞിട്ട് വന്നവരും എല്ലാവരും പോയി. ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാരെല്ലാം ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി, എക്സാം കിട്ടിയില്ലേ, പോകുന്നില്ലേ, ഇതന്നെ എങ്ങനെ നിൽക്കുന്നതെന്നുള്ള ചോദ്യമായപ്പം ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഡിപ്രഷനായി. അങ്ങനെ ഇരുന്നു. എക്സാമിൻ്റെ റിസൾട്ട് അന്ന് ഞാൻ എക്സാം എഴുതി വന്നന്ന് രാത്രി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാൻ സ്വപ്നത്തിൽ എൻ്റെ അമ്മ മാതാവിനെ കണ്ടു. കുറച്ച് നേരം ഞാൻ എൻ്റെ മാതാവിനെ കണ്ടു, അത്ര മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു, എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, എന്തായാലും ഞാൻ പാസ്സാകുമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ ഇരുന്നു. എന്നിട്ട് 1 മാസമായിട്ടും എൻ്റെ റിസൾട്ട് വരുന്നില്ല. അപ്പോൾ എനിക്ക് ടെൻഷനായി. 1 മാസമായി, 1.5 മാസമായി, റിസൾട്ട് വരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, മാതാവേ, റിസൾട്ട് വരുന്നില്ലല്ലോ, സാധാരണ വരേണ്ട സമയം കഴിഞ്ഞു, അപ്പോൾ റിസൾട്ട് എന്താണ് വരാത്തതെന്നും അറിയത്തില്ലല്ലോ, ഞാൻ തോറ്റുപോയോ, എന്നാ മാതാവ്, നീ ഒന്നും പറയാത്ത എന്താ എന്ന് പറഞ്ഞ് മാതാവിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കരഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ ചെവിയിൽ പറയുന്ന പോലെ തോന്നി, B2 എക്സാം പാസ് എന്നിങ്ങനെ 3 പ്രാവശ്യം എൻ്റെ ചെവി പറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാനിങ്ങനെ ഇത് ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് പിറ്റേ ദിവസം നേരം വെളുത്തു
ഒരു 12 മണി ആയില്ല, അതിന് മുമ്പ് എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ഓപ്പൺ ചെയ്യാൻ പേടിയായിരുന്നു. ഞാൻ കുറേ നേരം ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ തുറക്കത്തില്ല, കാരണം ഞാൻ തോറ്റു പോയെങ്കിലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും നീ തുറന്നല്ലേ പറ്റുള്ളൂ, നീ തുറന്നു നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഞാൻ പാസ്സായി. മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, കാരണം അത്രയ്ക്ക് എനിക്ക് പാടായിരുന്നു എക്സാം. ഞാൻ എന്താ എഴുതിയെന്ന് പോലും ഒന്നും എനിക്കറിയില്ല. അങ്ങനെ എക്സാം എല്ലാം പാസ്സായെല്ലാം കഴിഞ്ഞിട്ടും എൻ്റെ ജോലിയുടെ കാര്യമൊന്നും ആകുന്നില്ല. ഞാൻ പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് ജർമ്മനിയിലെ ഒരു ഏജൻസി തന്നെയാണ് കൊടുത്തിരുന്നത്. അവിടെ ഇങ്ങനെ പ്രോസസ്സിങ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവർ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തു. അങ്ങനെ 2 ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടും ഞാൻ ഫെയിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഡിപ്രഷനായി. ഇനിയിപ്പം അവർ പറഞ്ഞു നീ പറ്റില്ല, നിങ്ങൾ തുടരുന്നെങ്കിൽ തുടരുക, പക്ഷേ ഇൻ്റർവ്യൂ ഇനി ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ ഭയങ്കര ഡിപ്രഷനിലിരിക്കുമ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവ് ഇനി എന്താ ചെയ്യുക, എനിക്ക് എന്തായാലും ഈ ഏജൻസി മുഖേന അല്ലാണ്ട് പോകാനായിട്ടുള്ളൊരിതും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ ഇനി ഏത് ഏജൻസിയെ സമീപിക്കും, എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു കസിൻ വിളിച്ച് എനിക്ക് ഒരു നമ്പർ തന്നു. നീ ഇതിൽ കോൺടാക്റ്റ് ചെയ്യണം, നിനക്ക് ഏജൻസിയാണ്, നീ ഇതിൽ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ വിളിച്ചു. അവർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇൻ്റർവ്യൂ ഒക്കെ കാണും, ഒരു ഇൻ്റർവ്യൂ കാണും, കുഴപ്പമില്ല, നീ അറ്റൻഡ് ചെയ്യുകയും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. അത്ര ഇതായിട്ട് അവർ നമ്മളോട് സംസാരിച്ചു. അപ്പം ഞാനും വിചാരിച്ചു എൻ്റെ അമ്മ മാതാവ് എനിക്ക് കൊണ്ട് തന്നതല്ലേ, എന്താണേലും എനിക്കിത് നടക്കും എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അവരെന്ത് ചോദിക്കുക എന്ത് പറയുന്നൊന്നും അറിയാൻ മേലാത്തൊരവസ്ഥയിൽ. കാരണം 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൻ്റെ ആ ഒരു പേടി വല്ലാതെ എന്നെ ബാധിച്ചിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എങ്ങനെയെന്നൊന്നും അറിയില്ല, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് 3 പേര് അറ്റൻഡ് ചെയ്തതിൽ എനിക്കത് കിട്ടി, ബാക്കി 2 പേർക്ക് കിട്ടിയില്ല. പക്ഷേ ഇന്നും ഞാൻ വിചാരിക്കുന്നു അമ്മ മാതാവ് എനിക്ക് ആ ഇൻ്റർവ്യൂ തന്നതാണെന്ന്. അങ്ങനെ എൻ്റെ പേപ്പർ വർക്കുകൾ എല്ലാം പിന്നെയും ഡിലേ ആയി വന്നുകൊണ്ടിരുന്നു. അപ്പോഴും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ ഇനി എന്ത് ചെയ്യും, നേരത്തെ കൊടുത്തെടുത്തും പേപ്പർ വർക്കുകളെല്ലാം ഡിലേ ആയിരുന്നല്ലോ, അപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുവാണ്, നിൻ്റെ വിസയ്ക്കുള്ള പേപ്പർ താമസിക്കാതെ തന്നെ വരും എന്നെൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് 1 മാസത്തോടെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ ഞാൻ കൂടുതലായിട്ടും സെൽഫ് പ്രെയർ ചെയ്യുന്നത് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ കൂടുതലായിട്ട് നടക്കുമ്പോഴെല്ലാം ഞാനിങ്ങനെ കൊന്ത് ചൊല്ലും, അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ അടുക്കള നിൽക്കുന്ന സമയത്ത് കൊന്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം ഭയങ്കര ഒരു മാതാവിൻ്റെ സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല, അത്രയ്ക്ക് സുഗന്ധം ഇങ്ങനെ മൂക്കിക്കൂടെ തുളച്ച് കയറും. എനിക്ക് പക്ഷേ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നുകൊണ്ട് ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു സുഗന്ധം വരുന്നുണ്ട്, അമ്മയ്ക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1/2 മണിക്കൂറോളം ആരോടും എനിക്കറിയത്തില്ല, അത് പറഞ്ഞറിയിക്കേണ്ട എങ്ങനെയാണെന്ന്, അങ്ങനെ ആ സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞ് അത് നിന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, മാതാവേ എനിക്ക് എന്തെങ്കിലും അനുഗ്രഹം തരാനാണോ ഈ സുഗന്ധം വന്നതെന്ന് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം പക്ഷെ അത് സത്യമായിരുന്നു, എനിക്കൊരു അനുഗ്രഹം തരാൻ വേണ്ടിയിട്ടായിരുന്നു. പിറ്റേ ദിവസം എൻ്റെ വിസയ്ക്കുള്ള പേപ്പറുകളെല്ലാം വന്നു. ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. 15 ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ വന്നു. ഈ ചൊവ്വാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. എനിക്ക് എങ്ങനെയാണ് മാതാവിനോട് നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ പത്രം വായിക്കുക എല്ലാം ഇവിടുത്തെയുള്ള കാരുണ്യപ്രവൃത്തികളും എല്ലാം ചെയ്യുമായിരുന്നു, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ചെയ്യായിരുന്നു. പിന്നെ പത്രം മേടിച്ച് ഞാൻ ഹോസ്പിറ്റലുകളിലും ഇവിടെ ബസ് സ്റ്റാൻഡിലുമൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇങ്ങനെ കൊടുക്കാനായിട്ട്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് എനിക്ക് മടിയായിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു ഇതൊക്കെ മാറി ഞാൻ കൊടുക്കുമ്പോഴൊക്കെ ചിലവരൊക്കെ മേടിക്കും, ചിലവർ മോന്തിരിക്കും. പക്ഷേ ചിലവരിങ്ങനെ ചോദിക്കും, ഈ പത്രം വായിച്ചാൽ മാതാവ് ഞങ്ങളുടെ ബില്ലടയ്ക്കുമോ, അങ്ങനെ ചോദിച്ചവർ വരെയുണ്ട്. അവരോട് ഞാൻ പറയുമായിരുന്നു, ഈ പത്രം വായിച്ചാൽ മാതാവ് ബില്ലടയ്ക്കുക മാത്രമല്ല ചേട്ടന് മുഴുവനായിട്ടും മാതാവ് നോക്കിക്കോളും. അങ്ങനെ വരെയും പറയാനുള്ള ഒരു അനുഗ്രഹത്തിലേക്ക് മാതാവ് എന്നെ കൊണ്ടെത്തിച്ചു. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ടാണെങ്കിലും മറ്റുള്ളവർ ഒന്നുമില്ല, പാവപ്പെട്ടവർക്ക് വസ്ത്രം കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും അങ്ങനെ എന്നെക്കൊണ്ടാകുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്നോളം ഞങ്ങളുടെ അവിടെ ഒരു ക്യാൻസർ സെൻ്റർ ഓൾഡ് ഏജ് ഹോമുണ്ട്, അവിടെ പോയി ഞാൻ അവരെ ശുശ്രൂഷിക്കുകയും അങ്ങനെ എന്നേലാവുന്ന വിധം എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.